വെൽക്കം ടു എജ്യൂപോർട്ട്. മിസ്സിന്റെ മക്കൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാഫ് ഇയർലി ക്രിസ്മസ് എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്ര യൂണിറ്റുകൾ നിങ്ങൾക്ക് എക്സാമിന് വരും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട, മിസ് പറഞ്ഞു തരാം. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം. നിങ്ങളില്ലേ ഓൺ എക്സാമിന് എത്ര യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓൺ എക്സാമിന് നമ്മൾ പഠിച്ചത് ആദ്യത്തെ 2 യൂണിറ്റുകളാണ് അല്ലേ? ഈ യൂണിറ്റും ആണ് നമ്മൾ ഓൺ എക്സാമിന് പഠിച്ചു കഴിഞ്ഞത്. അപ്പൊ ഇനി അടുത്തത് ക്രിസ്മസ് എക്സാമിന് അടുത്ത 2 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. റെഡി അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. 3ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ഒരു കഹാനിയാണ്, ഒരു കവിതയാണ്. ഒരു കഹാനിയും കവിതയുമാണ്. ഏതായിരുന്നു? നമ്മുടെ ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞ കഥയും ബയാ ഹമാരി ചിടിയ റാണി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുമാണ് 3ാമത്തെ യൂണിറ്റില്. പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ പഠിച്ചത് ഓർമ്മ വരുന്നില്ലേ? ഇനി 4ാമത്തെ യൂണിറ്റിലേക്ക് നോക്കിയേ. ആദ്യം എന്താണ് നിങ്ങൾ പഠിച്ചത്? ഒരു കഹാനിയാണ്. കഹാനിയുടെ പേരെന്തായിരുന്നു? തും ജിയേ ഹസാരോം സാൽ, സാൽ ഖി ദിൻ ഹോ 50,000. ഒരു കഥയാണ്. അടുത്തത് എന്താണ്? ഒരു ഫിലിമി ലേഖാണ്, ഒരു ഫിലിം ലേഖനമാണ്. ഏതായിരുന്നു? ജന്നത്ത് കെ ബച്ചേ. മനസ്സിലായോ? 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 1 2 3 4 4 ചാപ്റ്റേഴ്സ് ആണ്. ഈ 4 ചാപ്റ്റേഴ്സും മിസ്സിന്റെ മക്കളെല്ലാവരും നന്നാക്കി പഠിച്ചു വെക്കണം. അപ്പൊ മിസ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടായിരിക്കും. മിസ്സേ, ഓണ എക്സാമിന് വന്ന ചാപ്റ്റർ ഒക്കെ ഇനി ക്രിസ്മസ് എക്സാമിനും വരുമോ? ആ ചാപ്റ്റർ ഞങ്ങൾ വീണ്ടും പഠിക്കണോ എന്നുള്ളൊരു സംശയം മിസ്സിന്റെ മക്കൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. മിസ്സേ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ മിസ് പറഞ്ഞു തരാം. ഓണ എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ, അത്ര മാത്രമേ വരികയുള്ളൂ. നിങ്ങൾ നന്നാക്കി പഠിച്ചു വെക്കേണ്ടത് ഏതാണ്? നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റുകളാണ്. മനസ്സിലായോ? ഇപ്പൊ സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ക്രിസ്മസ് എക്സാമിന് ഏതാണ് ക്വസ്റ്റ്യൻ വരിക, ഏത് ചാപ്റ്റർ വരെ ഞങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ നോക്കിയേ. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റ് ആണ്. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റ് ആണ് നിങ്ങൾ നന്നാക്കി പഠിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 4 യൂണിറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ടോട്ടല്. റെഡി അല്ലേ? അപ്പൊ എല്ലാവരും നന്നാക്കി പഠിക്കണം കേട്ടോ. നിങ്ങളൊക്കെ എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരും പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ, അയ്യോ പഠിക്കണമല്ലോ, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. മിസ് നോക്കട്ടെ ആരൊക്കെ പഠിക്കാൻ തുടങ്ങി, ആരൊക്കെ ഇപ്പോഴും പഠിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് മിസ് നോക്കട്ടെ. ഒന്ന് കമന്റ് ചെയ്യട്ടോ. മിസ്സേ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങാത്തവര്, ഇല്ല മിസ്സേ ഞാൻ പഠിക്കാൻ തുടങ്ങി, ഇല്ല മിസ്സേ, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. റെഡി അല്ലേ? ഒന്നുകൂടെ നോക്കിയേ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ടോട്ടൽ വരുന്നത് 4 യൂണിറ്റ് ആണ്. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റ് നന്നാക്കി പഠിക്കണം കേട്ടോടാ. റെഡി? യെസ്.